നമുക്കിന്ന് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ലൊരു പലഹാരം തയ്യാറാക്കിയാലോ. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കി എടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്താൽ മതി. ഈ ഒരളവിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ മുഴുവനും ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കിട്ടണം. വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബോൾസുകൾ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേനും നന്നായി ഒന്ന് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കാം. ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മളിത് അലിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരിച്ച് നമ്മളൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ശർക്കരപ്പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൗരി കൂടി ചേർത്ത് കൊടുക്കാം. ചൗരി ഒന്ന് കുതിർത്തെടുത്തതാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് 2 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഗോതമ്പ് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ച് പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്, കട്ടയൊന്നും കെട്ടാതെ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് താളിച്ചൊഴിക്കാം. നെയ്യ് ഒഴിച്ച് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.